കുഞ്ഞ് വീണ പഠിക്കാൻ വന്നതായിരിക്കും. അതെ. കൊച്ചമ്മ മോളി കുളിച്ചോണ്ടിരിക്കുക, ഇപ്പൊ വരും. ആ പിന്നെ ഫോൺ വല്ലതും വന്നാ എടുത്തോണേ. അത് വക്കീൽ സാറ്. അദ്ദേഹത്തിന്റെ വരവും പോക്കും ഒക്കെ മിന്നായം പോലെ അല്ലേ? കാലത്തെ വിമാനത്തിന് മദ്രാസിന് പോയി. ആന്റി, 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 ആന്റി. താൻ എന്താണോ കാണിക്കുന്നത്? ഇപ്പൊ പൊട്ടുടാ നിന്റെ തല. അമിട്ട് പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിക്കും. എന്താ ഇത് പൊട്ടാത്ത? ഇനിയിപ്പ ശങ്കരപ്പിള്ള എന്നെ പറ്റിച്ചതാവോ? എന്താ സാർ, ഇന്ന് അവസാനത്തെ അവധിയാണ്. ഇന്നും സാറ് ഹാജരായില്ലെങ്കിൽ എക്സ്പാർട്ടിയായിട്ട് കേസ് ജഡ്ജി വിധിച്ചെന്ന് വരും. ഒരവധിക്ക് കൂടി അപേക്ഷിക്കുക, അല്ലെങ്കിൽ മിസ്റ്റർ രാമകൃഷ്ണൻ എനിക്ക് വേണ്ടി ഹാജരാകുക. ഇല്ല സാർ, ഇത് സാറിന്റെ ഒരു പഴയ ക്ലയന്റിന്റെ കേസാണ്. ഞാൻ വാദിക്കാൻ അവർ അനുവദിക്കില്ല. രജനിക്ക് ഒരു പുതിയ കാർ എടുക്കാൻ ഇന്ന് ഞാൻ അവളുടെ കൂടെ പോണ്ടിച്ചേരിക്ക് പോകാമെന്ന് ഏറ്റിരിക്കുകയാണ്. അത് നാളെ ആയിക്കൂടെ സാർ? നോ, അവളോടൊരു വാക്ക് പറഞ്ഞിട്ട് അത് മാറുന്നത് ശരിയല്ല. സാർ പ്ലീസ്. നിങ്ങൾ റെഡി സാർ? മിസ്റ്റർ സണ്ണി, കാർ എടുത്തിട്ട് നേരെ തിരുപ്പതിക്കാ പോണം.
ആയുസിനായിട്ട് ദർശനം കഴിപ്പിച്ചിട്ട് വേണം കാർ ഇവിടെ കൊണ്ടുവരാൻ. ഐ ആം റെഡി. എന്നാ വന്നാട്ടെ. മിസ്റ്റർ രാമകൃഷ്ണൻ, ഞാൻ പോവാണ്. യു ഹാൻഡിൽ ദ കേസ്. എത്ര നേരമായിട്ട് ഞാൻ കാത്തു നിൽക്കുന്നറിയോ? അമ്മാവൻ ഉറങ്ങാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പേടിയായിരുന്നു. ഇവിടെ വരാൻ എന്തിനാ പേടിക്കുന്നത്? വരൂ. Come on. തനിക്ക് ഇന്ന് എന്ത് പറ്റി? ക്ഷമിക്കണം ആന്റി, ഞാൻ ചെയ്തത് തെറ്റാണ്. വേണ്ട, ഇനി വേണ്ട. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെ ആയിരുന്നെങ്കിലും ഞാൻ അതിനു വേണ്ടി ദാഹിക്കുകയായിരുന്നു. വരണ്ടുടങ്ങി എന്റെ മനസ്സിൽ നീ പകർന്നത് ആശ്വാസമായിരുന്നു വിഷ്ണു. ആശ്വാസം. വരൂ വിഷ്ണു, പ്ലീസ് വരൂ, പ്ലീസ്. സണ്ണിച്ച, ഒരു അമേരിക്കൻ കമ്പനിക്കാര് സിഗരറ്റിന്റെ പരസ്യത്തിന് വന്നിട്ടുണ്ട്. ഇവിടെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന 2-3 ഫോട്ടോ എടുക്കണം. അത്രേ ഉണ്ടോ? 25,000 രൂപയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. രജനി ഇനിയും മോഡലിംഗിന് പോകുന്നത് എനിക്കിഷ്ടമല്ല. രൂപ 1-2 അല്ല, 25,000. രൂപ 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 എത്ര കിട്ടിയാലും നിങ്ങൾക്ക് മതി വരില്ല അല്ലേ? ചോര നീരുള്ളപ്പോഴല്ലാതെ 10 ചക്രം ഉണ്ടാക്കാൻ പറ്റുമോ സണ്ണി? തത്സമേ അമേരിക്കൻ കമ്പനിക്കാർ തരാമെന്ന് പറഞ്ഞ് 25,000 രൂപ ഞാൻ തരാം. യെസ്. എപ്പോ തരും? ഇന്ന് തന്നെ. പക്ഷേ ഇനി രജനിയെ മോഡലിംഗ് അയച്ചുകൂടാ. സമ്മതിച്ചോ? കാശ് കിട്ടിയാ പിന്നെ സമ്മതിക്കാതിരിക്കാൻ ഒക്കുവോ? അല്ലേ മോളെ? പണം ബാങ്ക് തുറന്നാൽ ഉടനെ പണം എടുത്തു തരാം. അതാണത്തോ. നീ വാ, സിഗരറ്റുകാരൻ സായിപ്പ് അവന്റെ പാട്ടിന് പോട്ടനെ. വാ. സാർ, പറയുന്നതിൽ ക്ഷമിക്കണം. അമ്മയും മകളും കൂടി സാറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. മിസ്റ്റർ രാമകൃഷ്ണൻ, ഐ നോ ദാറ്റ്. പക്ഷേ എന്റെ വീട്ടിൽ കിട്ടാത്ത സുഖം എനിക്ക് അവൾ പകർന്നു തരുന്നു. സോ ദ മണി ഐ പേ ഈസ് ആൻ എന്റർടൈൻമെന്റ് ടാക്സ്. വിഷ്ണുവിനറിയില്ല ഞാൻ അനുഭവിച്ച നൊമ്പരങ്ങൾ. അദ്ദേഹം വരുമെന്ന പ്രതീക്ഷയോടെ ഓരോ രാത്രിയും ഞാൻ കാത്തിരിക്കുമായിരുന്നു. പക്ഷെ അവഗണനയും കണ്ണീരുമായിരുന്നു അനുഭവം. എനിക്ക് നിഷേധിക്കപ്പെട്ടത് വിഷ്ണുവിൽ നിന്ന് കിട്ടി. താലി കെട്ടിയ ആ മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്യുന്നത്. ആ തെറ്റ് ഞാൻ ആവർത്തിച്ചിട്ടും
എന്റെ മനസ്സിൽ കുറ്റബോധമില്ല, പശ്ചാത്താപവുമില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? സണ്ണിച്ചായിൽ നിന്നും സ്നേഹത്തിന്റെ ഒരു കണിക പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും വിഷ്ണു പകർന്നു തന്ന ആശ്വാസവും സ്നേഹവും ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരിക്കലും. ആന്റി എന്തിനാ ഇപ്പോഴിതൊക്കെ പറയുന്നത്? നാളെ രാവിലെ എന്റെ മകൾ കോളേജ് അടച്ചു വരും. എന്തൊക്കെയായാലും ഒരമ്മയുടെ ദൗർബല്യങ്ങൾ മകൾ അറിയുന്നത് ശരിയല്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആന്റി പറയൂ. കഴിഞ്ഞതെല്ലാം മറക്കുക. ഇന്നു മുതൽ ഞാൻ വീണ്ടും സണ്ണിച്ചായന്റെ ഭാര്യയും വിഷ്ണു ഉഷയുടെ മുറച്ചെറുക്കനും മാത്രമായിരിക്കണം. എന്താ, ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എങ്കിൽ പോയിക്കൊള്ളൂ. ആന്റി, എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാനാവില്ല വിഷ്ണു. പക്ഷേ മനസ്സിന്റെ കടിഞ്ഞാൺ നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. പോയിക്കൊള്ളൂ.